സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക സംഘം അന്വേഷിക്കും. SP പൂങ്കുഴലിക്കാണ് അന്വേഷണ ചുമതല. മീനു മുനീർ ആരോപണം ഉന്നയിച്ച 4 നടന്മാർക്കെതിരെ പരാതി നൽകും. സംവിധായകൻ VK പ്രകാശിനെതിരെ യുവ എഴുത്തുകാരി DGPക്ക് നൽകിയ പരാതിയും കൈമാറും. വിശദാംശങ്ങളുമായി അർച്ചനയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്കൊപ്പം ചേരുന്നത്. അർച്ചന, ഈ വെളിപ്പെടുത്തലുകളിൽ ഇപ്പോൾ അത് ഹേമ കമ്മിറ്റിക്ക് ശേഷം അതിനു പുറത്തു വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ്. അതാകെയും പരിശോധിക്കാനാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ, ഉന്നതതല പോലീസ് സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അവിടേക്ക് ഇതെല്ലാം പരാതികളായി തന്നെ എത്തുന്നു എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? അതുപോലെ തന്നെ ഈ സാഹചര്യം വിലയിരുത്താൻ താരസംഘടന AMMA അതിൻ്റെ എക്സിക്യൂട്ടീവ് യോഗം അത് ചേരുന്നതും ആകെ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണോ? തീർച്ചയായും ഷായദ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേർ തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം തന്നെ കൃത്യമായ അന്വേഷണം നടത്താൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇന്നലെ ബംഗാളി നടി ശ്രീലേഖ മിത്ര കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ ഉടൻ തന്നെ എറണാകുളം നോർത്ത് പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. തുടർന്ന് ഈ പരാതിയാണ് ഇനി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കാൻ പോകുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. SP പൂങ്കുഴലിയാണ് ഈ നടി ശ്രീലേഖയുടെ പരാതി അന്വേഷിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ മിനു മുനീർ അതുപോലെ VK പ്രകാശിനെതിരെ ഒരു യുവ എഴുത്തുകാരി എല്ലാം തന്നെ രംഗത്തെത്തിയിരുന്നു. ഇവർ ഇപ്പോൾ പ്രത്യേക സംഘം അന്വേഷിക്കാൻ തന്നെയാണ് നിലവിൽ തീരുമാനമെടുത്തത്. മിനു മുനീർ ഈ മലയാള സിനിമയിലെ 4 പ്രമുഖ നടന്മാർക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അതിനുശേഷം ഈ പരാതി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. മാത്രമല്ല ഈ VK പ്രകാശിനെതിരെ യുവ എഴുത്തുകാരി നൽകിയ പരാതി DGPക്കാണ്. DGP നിന്നും ഈ പരാതി പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കും. തുടർന്ന് ഇതിലെല്ലാം തന്നെ കൃത്യമായ അന്വേഷണം നടത്താൻ തന്നെയാണ് തീരുമാനം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിലെല്ലാം തന്നെ കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന സർക്കാരും പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിലെല്ലാം അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഈ AMMA സംഘടനയുമായി ബന്ധപ്പെട്ട് നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലൊന്നും കൃത്യമായി പ്രതികരിക്കാനോ ഇത്തരത്തിൽ കമ്മിറ്റി ചേരാനോ ഇതുവരെ ഇവർ മുതിർന്നിട്ടില്ല. കാരണം ഇന്നാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരാനിരുന്നത്. എന്നാൽ മോഹൻലാലിന് എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കമ്മിറ്റി മാറ്റിവെക്കുകയായിരുന്നു. അതിപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. മാത്രമല്ല ഈ പ്രതിസന്ധിയെല്ലാം തന്നെ തുടരുന്ന സാഹചര്യത്തിൽ കമ്മിറ്റി ഒരു യോഗമോ ചർച്ചയോ ഒന്നും വിളിച്ചിട്ടില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. എന്നാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ AMMA സംഘടന കടക്കേണ്ടതുണ്ട്. അതിനിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും AMMAക്കെതിരെ ഉയരുന്നുണ്ട്. എന്തായാലും FEFCA അടക്കമുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി പ്രതികരിക്കാനുണ്ട്. എന്തായാലും AMMAയുടെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത്. അവരെന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. മാത്രമല്ല ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ബാബുരാജിനെയാണ് നിയോഗിക്കാനിരുന്നത്. എന്നാൽ ബാബുരാജിനെതിരെ ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതും വലിയ പ്രതിസന്ധിയായി AMMAയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എക്സിക്യൂട്ടീവ്, അതായത് അമ്മയുടെ ബൈലോ പ്രകാരം എക്സിക്യൂട്ടീവിൽ നിന്നാണ് ഇത്തരത്തിലൊരു ആൾ നിയമിക്കേണ്ടത്. അതെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മുന്നിൽ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് യോഗം ഇനി എന്ന് ചേരുമെന്നാണ് പ്രധാനമായും അറിയേണ്ടത്. അതിപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. ശരത്. ശരി, അർച്ചനയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്. ശരി അർച്ചന.